സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ ആൻഡ് എറേഴ്സ് ഇൻ പെർസെപ്ഷൻ ഈ രണ്ട് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം സെൻസേഷൻ എന്താന്ന് മനസ്സിലാക്കാം. സെൻസേഷൻ എന്താണ്? എനി എക്സ്പീരിയൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് ത്രൂ എ സെൻസ് ഓർഗൻ ഈസ് കോൾഡ് സെൻസേഷൻ. അതായത് സെൻസേഷൻ എന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന പ്രാഥമിക അനുഭവമാണ്. അതായത് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയുടെ പ്രവർത്തന ഫലമായി ലഭിക്കുന്ന ഏതൊരു അനുഭവവും സെൻസേഷൻ ആകുന്നു. സെൻസേഷനെ ദ ഗേറ്റ് വേ ഓഫ് നോളജ് എന്നും പറയപ്പെടുന്നു. കാരണം നമ്മുടെ അറിവിന്റെ ആദ്യഘട്ടം ഇന്ദ്രിയാനുഭവങ്ങളിലൂടെയാണ് ആരംഭിക്കുന്നത്. Thus, sensation is also called as the gateway of knowledge. എന്നാൽ സെൻസേഷൻ മാത്രം നമ്മൾക്ക് പൂർണ്ണമായ അറിവ് നൽകുന്നില്ല. അത് വെറും അനുഭവം മാത്രമാണ്. പിന്നീടാണ് ആ അനുഭവത്തിനൊരു അർത്ഥം കൊണ്ടുവരുന്നത്. ഇനി സെൻസേഷന്റെ ഡെഫിനിഷനിലേക്ക് കടക്കാം. വിവിധ മനഃശാസ്ത്രജ്ഞർ സെൻസേഷനെ വ്യത്യസ്തമായി നിർവചിച്ചിട്ടുണ്ട്. ആദ്യം മാധുർ എന്താണ് പറഞ്ഞത്? ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന പ്രഭാവം സെൻസേഷൻ ആകുന്നു. അതായത് എന്താണ്? ദ ഇംപ്രഷൻ റിസീവ്ഡ് ത്രൂ ദി സെൻസ് ഓർഗൻ ആർ കോൾഡ് സെൻസേഷൻ. അടുത്തത് ഡോക്ടർ ജെലോട്ട എന്താണ് പറയുന്നത്? സെൻസേഷനെ പ്രാഥമിക ബൗദ്ധിക അനുഭവമായി വിശേഷിപ്പിക്കുന്നു. അതായത് സെൻസേഷൻ ഇസ് എൻ എലമെന്ററി കോഗ്നിറ്റീവ് എക്സ്പീരിയൻസ്. അടുത്തത് ജെയിംസ് എന്താണ് പറയുന്നത്? സെൻസേഷൻ ആർ ദി ഫസ്റ്റ് തിങ്സ് ഇൻ ദി വേ ഓഫ് കോൺഷ്യസ്നെസ്. അതായത് എന്താണ്? സെൻസേഷൻ ബോധത്തിന്റെ ആദ്യ ഘട്ടമാണ്. ഇനി ഡൾഗസ് എന്താണ് പറയുന്നത്? സെൻസേഷൻ ഏറ്റവും ലളിതമായ ബോധാനുഭവമാണെന്നാണ് പറയുന്നത്. അതായത് ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? സെൻസേഷൻ എന്നത് അറിവിന്റെ തുടക്കമാണെങ്കിലും അതെന്താണ്? ഒരു പൂർണ്ണമായ അറിവല്ല നമുക്ക് തരുന്നത്, അല്ല, ജസ്റ്റ് എന്താണ്? ഒരു അറിവിന്റെ തുടക്കം മാത്രമാണ്. അത് കഴിഞ്ഞിട്ടാണ് ആ അറിവിലേക്ക് നമ്മൾ ഒരു പുതിയൊരു അർത്ഥം, അതായത് ആ അറിവിന്റെ അർത്ഥം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ജെയിംസ് എന്ത് പറയുന്നത്? സെൻസേഷൻ എന്നത് ബോധത്തിന്റെ ആദ്യ ഘട്ടമാണെന്ന് പറയുന്നത്. ഇത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ഇൻ ദ വേ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് സെൻസേഷൻ നോക്കാം. സെൻസേഷന്റെ പ്രധാന തരങ്ങൾ 4 ഏതൊക്കെ? വിഷ്വൽ സെൻസേഷൻ, അതായത് കാണുന്ന അനുഭവം. രണ്ടാമത്തേത് ഓഡിറ്ററി സെൻസേഷൻ, കേൾവി അനുഭവം. അടുത്തത് ഓൾഫാക്ടറി സെൻസേഷൻ, അതായത് നമുക്ക് മണത്ത് അനുഭവിക്കാനുള്ള ഇത്. അടുത്തത് ടേസ്റ്റ് സെൻസേഷൻ, രുചിയിലോടുള്ള അനുഭവം. ഇതാണ് ടൈപ്സ് ഓഫ് സെൻസേഷൻ എന്ന് പറയുന്നത്. ഈ ഓരോ ഇന്ദ്രിയത്തിനും പ്രത്യേകമായ ഉത്തേജനങ്ങളുണ്ട്. അതായത് കണ്ണ് പ്രകാശത്തോട് പ്രതികരിക്കുന്നു, ഇപ്പൊ ചെവി ശബ്ദത്തോട് പ്രതികരിക്കുന്നു, മൂക്ക് വാസനയോട് പ്രതികരിക്കുന്നു, നാവ് രുചിയോട് പ്രതികരിക്കുന്നു, ത്വക്ക് അതായത് നമ്മുടെ സ്കിന്ന് ചൂട്, തണുപ്പ്, വേദന എന്നിവയെ തിരിച്ചറിയുന്നു. ഇവയുടെ പ്രവർത്തന ഫലമായി നമുക്ക് എന്തുണ്ടാവുന്നു? സെൻസേഷൻ ഉണ്ടാവുന്നു. ഇനി പെർസെപ്ഷൻ എന്താ നോക്കാം. അതായത് പെർസെപ്ഷൻ എന്നത് സെൻസേഷന് അർത്ഥം നൽകുന്ന പ്രക്രിയയാണ്. എന്താണ്? പെർസെപ്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഓർഗാനിസം ഇന്റർപ്രറ്റ്സ് സെൻസറി ഇൻപുട്ട് സോ ദാറ്റ് ഇറ്റ് അക്വയർസ് മീനിങ്. ഒന്നുമില്ല, അതെന്ന് പറയുന്നത് സെൻസേഷന് അർത്ഥം നൽകുന്ന പ്രക്രിയയാണ്. അതായത് സെൻസേഷൻ പ്ലസ് മീനിങ്, അതാണ് എന്തെന്ന് പറയുന്നത്? പെർസെപ്ഷൻ എന്ന് പറയുന്നത്. സെൻസേഷൻ ലഭിച്ചതിന് ശേഷം അതിനെ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് എന്ത്? പെർസെപ്ഷൻ. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു മഞ്ഞ നിറമുള്ള വസ്തു കാണുന്നു, അതെന്താണ്? സെൻസേഷൻ ആണ്. ഇനി അത് മാമ്പഴമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് പെർസെപ്ഷൻ. അതിനാൽ എന്താണ്? പെർസെപ്ഷൻ ഇല്ലാതെ സെൻസേഷൻ പൂർണ്ണമല്ല. ഇനി പെർസെപ്ഷന്റെ ഡെഫിനിഷനിലേക്ക് കടക്കാം. വുഡ്സ്വർത്ത് എന്താന്ന് പറയുന്നത്? പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ നമ്മൾ എന്ത് ചെയ്യുന്നു? വസ്തുക്കളെയും യാഥാർത്ഥ്യങ്ങളെയും അറിയുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? പെർസെപ്ഷൻ. അതായത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഒബ്ജക്റ്റീവ് ഫാക്ട്സ് ബൈ യൂസ് ഓഫ് സെൻസസ്, നോ ഒബ്ജക്ട്സ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫാക്ട്സ് ബൈ ദ യൂസ് ഓഫ് സെൻസ്. എന്താണെന്ന്? അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെ വസ്തുക്കളെയും യാഥാർത്ഥ്യങ്ങളെയും അറിയുന്ന പ്രക്രിയ, അതാണ്. ഇനി അടുത്തത് ജെയിംസ് എ ഡയർ എന്താന്ന് പറയുന്നത്? പെർസെപ്ഷൻ എന്നത് ഇന്ദ്രിയങ്ങളുടെ ഉത്തേജനത്തിൽ നിന്ന് ആരംഭിച്ച് അതെന്ത് ചെയ്യുന്നു? അർത്ഥത്തിലേക്ക് എത്തുന്ന സങ്കീർണമായ ഒരു മാനസിക പ്രക്രിയയാണ് എന്ത്? പെർസെപ്ഷൻ എന്ന് പറയുന്നത്.
It is the complex process which begins with the stimulation of a sense organ. അതായത് സെൻസ് ഓർഗൻ എന്ത് ചെയ്തു, സ്റ്റിമുലേറ്റ് ചെയ്തു, എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു, and end in neural activity by the organism, that is with the meaning of the stimulus. അതായത് എന്താണ്, ഇന്ദ്രിയങ്ങളുടെ ഉത്തേജനത്തിൽ നിന്ന് ആരംഭിച്ച് അതിനെന്ത് ചെയ്യുന്നു, ഒരു മീനിങ് കൊടുക്കുന്ന ഒരു മാനസിക പ്രക്രിയ, അതിനാണ് നമ്മൾ ന്യൂറൽ ആക്ടിവിറ്റി, മാനസിക പ്രക്രിയ എന്ന് ഇവിടെ പറയുന്നത്. അടുത്തത് നേച്ചർ ഓഫ് പെർസെപ്ഷൻ എന്താ നോക്കാം. ഫസ്റ്റ് എന്താണ്, പെർസെപ്ഷൻ ഈസ് മീനിങ്ഫുൾ. അതായത് എന്താണ്, നമ്മൾ കാണുന്നതോ കേൾക്കുന്നതോ സ്പർശിക്കുന്നതോ ആയ വിവരങ്ങൾ വെറും വിവരങ്ങളായി നിൽക്കാതെ അവയ്ക്ക് എന്ത് ചെയ്യുന്നു, ഒരു അർത്ഥം നൽകുന്നു അല്ലേ. അതാണ് പെർസെപ്ഷൻ ഈസ് മീനിങ്ഫുൾ എന്ന് പറയുന്നത്. സെൻസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു അർത്ഥം കൊണ്ടുവരുന്നതാണ് ഇത് പെർസെപ്ഷൻ. അതുകൊണ്ട് തന്നെ പെർസെപ്ഷൻ ഈസ് മീനിങ്ഫുൾ എന്ന് പറയാം. അടുത്തത് പെർസെപ്ഷൻ ഈസ് സെലക്റ്റീവ്. അതായത് ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അതായത് ഇപ്പൊ ഒരു തിരക്കേറിയ മാർക്കറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ കുറേ ശബ്ദങ്ങൾ കേൾക്കാം. എന്നാൽ ആരെങ്കിലും നമ്മുടെ പേര് വിളിച്ചാലോ ആ ശബ്ദം മാത്രം നമുക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റുമല്ലേ. അതാണ്, നമ്മൾ ചുറ്റുമുള്ള എല്ലാം ഒരുപോലെ ഗ്രഹിക്കാറില്ലല്ലോ, നമ്മൾക്ക് പ്രാധാന്യം എന്ന് തോന്നുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് പെർസെപ്ഷൻ ഈസ് സെലക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പെർസെപ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ സെൻസേഷൻ. അതായത് എന്താണ്, ആദ്യം സെൻസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പെർസെപ്ഷൻ സംഭവിക്കുള്ളൂ. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി വിവരം ലഭിക്കണം, പിന്നീട് എന്ത് ചെയ്യുന്നു, അതിന് ഒരർത്ഥം നൽകുന്നു. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം കാതിലൂടെ നമ്മളൊരു ശബ്ദം കേൾക്കുന്നു, അത് സെൻസേഷൻ. ഇത് സ്കൂൾ ബെൽ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് എന്ത്, പെർസെപ്ഷൻ. അതുകൊണ്ട് തന്നെ എന്താണ്, പെർസെപ്ഷൻ ഈസ് ബേസ്ഡ് ഓൺ സെൻസേഷൻ. ഇനി അടുത്തത് പെർസെപ്ഷൻ മേക്ക് യൂസ് ഓഫ് ഇമേജസ്. അതായത് ഇപ്പൊ നമ്മൾ മുമ്പ് കണ്ട അനുഭവങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യുന്നു, അത് ചിത്രങ്ങളായിട്ട് സൂക്ഷിക്കുന്നു. ഇനി പുതിയ കാര്യങ്ങൾ കാണുമ്പോഴോ അത് പഴയ ചിത്രവുമായി താരതമ്യം ചെയ്ത് അർത്ഥം നൽകുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ മേഘങ്ങൾ കൂട്ടമായി കാണുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ മുമ്പത്തെ അനുഭവം ഓർത്ത് ഇന്ന് മഴ പെയ്യുമെന്ന് നമ്മൾ നിഗമനം ചെയ്യുന്നു അല്ലെ. അതാണ് പെർസെപ്ഷൻ മേക്ക് യൂസ് ഓഫ് ഇമേജസ് എന്ന് പറയുന്നത്. ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി ആദ്യമായിട്ട് ഒരു കുതിരയെ കാണുവാന്ന് വിചാരിക്കാം. അപ്പൊ മുമ്പ് ആ കുട്ടി കാളയെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ കാളയുമായി താരതമ്യം ചെയ്തിട്ട് ഇതൊരു വലിയ മൃഗമാണ് എന്ത് ചെയ്യുന്നു, കുട്ടി മനസ്സിലാക്കുന്നു. അതാണ് പെർസെപ്ഷൻ മേക്ക് യൂസ് ഓഫ് ഇമേജസിന് ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മേഘങ്ങൾ കൂട്ടമായി കാണുമ്പോൾ മുമ്പത്തെ അനുഭവം ഓർത്ത് ഇന്ന് മഴ പെയ്യും എന്ന് എന്ത് ചെയ്യുന്നു, കുട്ടി മനസ്സിൽ വിചാരിക്കുന്നു. അതാണ്. ഇനി അടുത്തത് പെർസെപ്ഷൻ ഈസ് ബോത്ത് അനലൈറ്റിക് ആൻഡ് സിന്തറ്റിക്. അതെന്ന് പറയുന്നത്, അനലൈറ്റിക് എന്ന് പറയുന്നത് എന്താണ്, വസ്തുവിന്റെ ഭാഗങ്ങളെ വേർതിരിച്ച് പരിശോധിക്കുന്നു, അതാണ് അനലൈറ്റിക് എന്ന് പറയുന്നത്. സിന്തറ്റിക് എന്ന് പറയുന്നത് ആ ഭാഗങ്ങളെ കൂട്ടിച്ചേർത്ത് മുഴുവൻ രൂപം മനസ്സിലാക്കുന്നു. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പൂവ് കാണുമ്പോൾ ആദ്യം അതിന്റെ നിറം, ആകൃതി അല്ലെ, അതിന്റെ വലുപ്പം തുടങ്ങിയവ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇത് അനലൈറ്റിക്കിൽ വരുന്നു. പിന്നീട് ഇതൊരു റോസാപ്പൂവാണ് എന്ന് തിരിച്ചറിയുന്നു അല്ലെ. അതാണ് എന്ത്, സിന്തറ്റിക് എന്ന് പറയുന്നത്. അപ്പം അതിനാൽ പെർസെപ്ഷൻ എന്ത് ചെയ്യുന്നു, ഭാഗങ്ങളെയും മുഴുവൻ രൂപത്തെയും ഒരുമിച്ച് ഉൾക്കൊള്ളിക്കുന്നു. അതുകൊണ്ടാണ് പെർസെപ്ഷൻ ഈസ് ബോത്ത് അനലൈറ്റിക് ആൻഡ് സിന്തറ്റിക് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇൻ പെർസെപ്ഷൻ സെൻസറി ഡാറ്റ ഗെറ്റ്സ് എൻറിച്ച്ഡ്. അതായത് ഇപ്പൊ ഇന്ദ്രിയങ്ങൾ നൽകുന്ന വിവരം വളരെ ലളിതമായിട്ടായിരിക്കും, പക്ഷെ എന്നാൽ മുൻപരിചയം, അറിവ്, വികാരം എന്നിവ ചേർന്ന് അതെന്ത് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് എൻറിച്ച് ആവുന്നു, സമ്പുഷ്ടമാകുന്നു. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു കറുത്ത മേഘം കാണുന്നത് സെൻസേഷൻ മാത്രമാണ്. എന്നാലും മഴ പെയ്യും, കൂടെ എടുത്താൽ നല്ലത് എന്ന ചിന്ത എന്താണ്, പെർസെപ്ഷൻ ആണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു വിദ്യാർത്ഥി പരീക്ഷാ ഹാളിൽ കിടക്കുമ്പോൾ ഹാളിനെ കണ്ടാൽ മാത്രം എന്ത് ചെയ്യുന്നു, അത് സെൻസേഷൻ. ഇനി ഇത് പരീക്ഷ നടക്കുന്ന സ്ഥലം എന്ന ആശങ്കയോ ആവേശമോ എന്ത് ചെയ്യുന്നു, പെർസെപ്ഷനിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിനാൽ എന്താണ്, സെൻസറി ഡാറ്റ പെർസെപ്ഷനിൽ കൂടുതൽ അർത്ഥവും വികാരവും നേടുന്നു. അതാണ് ഇൻ പെർസെപ്ഷൻ സെൻസറി ഡാറ്റ ഗെറ്റ്സ് എൻറിച്ച്ഡ് എന്ന് പറയുന്നത്. ഇനി പെർസെപ്ഷൻ ഈസ് പ്രിവെന്റീവ് ആൻഡ് റെപ്രസെന്റേറ്റീവ് പ്രോസസ് ഓഫ് മൈൻഡ്. അതായത് നമ്മൾ നേരിട്ട് ലോകത്തെ കാണുന്നില്ല, നമ്മുടെ മനസ്സ് അത് പ്രതിനിധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മനസ്സിന്റെ വ്യാഖ്യാനമാണ് നമ്മൾ യാഥാർത്ഥ്യം എന്ന് കരുതുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു അധ്യാപകൻ, ഒരു ടീച്ചർ കടുത്ത ശബ്ദത്തിൽ സംസാരിച്ചാൽ ചില വിദ്യാർത്ഥികൾക്ക് എന്ത് മനസ്സിലാവുന്നു, ഇന്ന് ടീച്ചർ എന്താണ് നല്ല ദേഷ്യത്തിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാവും.
മറ്റു ചിലര് അവള് വ്യക്തമായി പഠിപ്പിക്കുകയാണെന്ന് കരുതും. ഇത് പെർസെപ്ഷൻ വ്യക്തികളുടെ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഇപ്പൊ ഒരു അധ്യാപകൻ ചൂടാവുകയാണെങ്കിൽ ചിലർ മനസ്സിലാക്കുന്നു ഇന്ന് ടീച്ചറിന് എന്തോ ദേഷ്യം ഉണ്ടായിട്ടാണ് ഇത്ര ഒച്ചത്തിൽ സംസാരിക്കുന്നത്. ചിലവരെന്ത് വിചാരിക്കുന്നു, അത്ര ഒച്ചത്തിൽ സംസാരിച്ചാലേ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു എന്നാണ് അവര് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പെർസെപ്ഷൻ എന്നത് വ്യക്തിപരവും മാനസികവുമായ പ്രക്രിയയാണ്. സോഷ്യൽ സെറ്റിംഗ്സ് അഥവാ സാമൂഹിക സാഹചര്യങ്ങള് ഇപ്പം ആളുകളുടെ സാന്നിധ്യം, സമൂഹത്തിന്റെ സ്വഭാവം, അതൊക്കെയാണ് വരുന്നത്. അപ്പം ഇപ്പൊ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ കൂട്ടത്തിൽ ഇരിക്കുമ്പോഴോ ആളുടെ പെർസെപ്ഷൻ മാറാൻ പറ്റും. അതായത് ഇപ്പൊ ഒരു വിദ്യാർത്ഥി ക്ലാസ്സിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ മടിക്കാന്ന് വിചാരിക്കാം. കാരണം എന്തായിരിക്കും, മറ്റു വിദ്യാർത്ഥികൾ എന്ത് ചിന്തിക്കുമെന്ന ഭയം ഉണ്ടായിട്ടാവും അല്ലെ. അപ്പം എന്നാൽ അതേ വിദ്യാർത്ഥി ഒറ്റയ്ക്ക് അധ്യാപകന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ വേണമെങ്കിൽ ആത്മവിശ്വാസത്തോടെ ഉത്തരം പറയും അല്ലെ. അപ്പം അതാണ് ഈ സോഷ്യൽ സെറ്റിംഗ്സിൽ നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, നിശബ്ദമായിട്ടായിരിക്കും അല്ലെ സംസാരിക്കുന്നത്. ഇപ്പൊ പള്ളിയിലാണെങ്കിൽ പോലും അങ്ങനെയായിരിക്കും. പക്ഷെ അതേ വ്യക്തി എന്തായിരിക്കും, വേറൊരു ഇപ്പം ഗ്രൗണ്ട് ആയിക്കോട്ടെ, വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ എന്തായിരിക്കും, ഉച്ചത്തിൽ സംസാരിക്കും. അപ്പൊ ഇവിടെ എന്തായിരിക്കും, സാമൂഹിക സാഹചര്യമാണ് ഈ പെർസെപ്ഷനെ മാറ്റുന്നത്. അപ്പൊ എന്താണ്, ഈ സോഷ്യൽ സെറ്റിംഗ്സ് പെർസെപ്ഷന്റെ ഒരു ഫാക്ടറാണ്. ഇനി അടുത്തത് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അഥവാ സാംസ്കാരിക പശ്ചാത്തലം. അതെങ്ങനെയാണ്, ഇപ്പം ഓരോ സംസ്കാരത്തിനും വ്യത്യസ്തമായ മൂല്യങ്ങളും രീതികളും ഒക്കെ ആയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ ചില സംസ്കാരങ്ങൾ അനുസരിച്ച് നമ്മളിപ്പം മുതിർന്നവരെ പേരെടുത്ത് വിളിക്കുന്നത് എന്തായിരിക്കും, അസഭ്യമായിട്ടായിരിക്കും അവര് തോന്നുക അല്ലെ. ഇപ്പം ചില രാജ്യങ്ങളിൽ അതെന്തായിരിക്കും, സ്വാഭാവികമാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ കേരളത്തിലൊക്കെ എന്തായിരിക്കും, പേരെടുത്ത് വിളിക്കുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലെ, ബഹുമാനമില്ല അങ്ങനെയൊക്കെ പറയുള്ളൂ. പക്ഷെ അത് വേറൊരു രാജ്യത്തില് പേരെടുത്ത് വിളിക്കുന്നതായിരിക്കും എന്ത് ചെയ്യുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. ഇനി അടുത്തത് വരുവാണെങ്കിൽ സിറ്റുവേഷണൽ കോണ്ടെക്സ്റ്റ്. സാഹചര്യത്തിനനുസരിച്ചും എന്ത് മാറാൻ പറ്റും, ഈ പെർസെപ്ഷൻ മാറും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ക്ലാസിന്റെ സമയത്ത് ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ട്, അതെപ്പോഴായിരിക്കും പറയാ, ക്ലാസ്സിന്റെ ലാസ്റ്റ് ആയിരിക്കും പറയാം അല്ലെ. ഇപ്പൊ ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്താണെങ്കിൽ അത് അപ്പൊ തന്നെ ഒപ്പീനിയൻ പറയാനുള്ള അവസരമുണ്ട്. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, സിറ്റുവേഷണൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സാഹചര്യത്തിനനുസരിച്ച് പെർസെപ്ഷൻ മാറും. ഇനി അടുത്തത് മീഡിയ ആൻഡ് ഇൻഫർമേഷൻ. അതിപ്പോ പറയുകയാണെങ്കിൽ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു, അഭിപ്രായങ്ങളും പെർസെപ്ഷനും രൂപപ്പെടുത്തുന്നുണ്ട്. ഇപ്പം ഒരു വ്യക്തിയെ കുറിച്ച് നെഗറ്റീവ് വാർത്തകൾ വന്നാൽ ആളുകൾ എന്ത് ചെയ്യും, അവരെ പറ്റി നെഗറ്റീവ് മാത്രമേ കാണാൻ തുടങ്ങുള്ളൂ. ഇപ്പൊ അങ്ങനെ എന്ത് പോസിറ്റീവ് ചെയ്താൽ പോലും അത് നെഗറ്റീവ് ആയിട്ടേ കാണുള്ളൂ. അടുത്ത നെക്സ്റ്റ് വരുന്നതാണ് പിയർ ഇൻഫ്ലുവൻസ്. അതായത് കൂട്ടുകാരുടെ അഭിപ്രായം പെർസെപ്ഷനെ സ്വാധീനിക്കും. ഉദാഹരണത്തിന് ഒരു സിനിമയെ കുറിച്ച് എല്ലാവരും പറയാണ് ഇത് നല്ല സിനിമയാണ് എന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ കണ്ടിട്ടില്ലാത്ത ഒരാൾ പോലും എന്ത് വിചാരിക്കും, അത് നല്ലതാണെന്ന് കരുതും. അപ്പൊ അതാണ് പിയർ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്, ഉദാഹരണം വരുന്നത്. ഇനി എറേഴ്സ് ഇൻ പെർസെപ്ഷൻ നോക്കാം. അതായത് പെർസെപ്ഷനിൽ ഉണ്ടാകുന്ന തെറ്റുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം ഇല്യൂഷൻ. ഇല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫാൾസ് പെർസെപ്ഷൻ ആണ്. അതായത് യഥാർത്ഥത്തിലുള്ള ഒരു സ്റ്റിമുലസിനെ അഥവാ ഉത്തേജനത്തെ തെറ്റായിട്ട് ഗ്രഹിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് ഇരുണ്ടിടത്ത് കയറിയാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കയറിനെ പാമ്പായിട്ട് തെറ്റിദ്ധരിക്കാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അതാണിപ്പം ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഹലൂസിനേഷൻ. ഹലൂസിനേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു വസ്തുവിനെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ യഥാർത്ഥത്തിൽ ശബ്ദമില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ശബ്ദം കേൾക്കുന്നു. ഇപ്പം ഉദാഹരണത്തിന് ആരും അയാളുടെ പേര് വിളിച്ചിട്ടില്ലെങ്കിൽ തൻ്റെ പേര് ആരോ വിളിക്കുന്നതായിട്ട് ആൾക്ക് കേൾക്കും. അതൊരു ഹലൂസിനേഷൻ ആണ്. ഇപ്പൊ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മുറിയിൽ ആരോ നടക്കുന്നതായിട്ട് തോന്നാം, അതൊക്കെ. പിന്നെ ചില രോഗാവസ്ഥകളിൽ ഇപ്പൊ ഒരാൾക്ക് മുന്നിൽ ആരോ നിൽക്കുന്നു എന്ന് തോന്നാം, പക്ഷെ യഥാർത്ഥത്തിൽ എന്തായിരിക്കും, അവിടെ ആരും ഇല്ല. അതുപോലെ ശബ്ദമില്ലാത്തിടത്ത് പാട്ട് കേൾക്കുന്നതോ അല്ലെങ്കിൽ മതിലിൽ രൂപങ്ങൾ കാണുന്നതോ ആയ അനുഭവത്തെയാണ് നമ്മൾ ഹലൂസിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഇല്യൂഷനിൽ ഒരു യഥാർത്ഥ വസ്തുവിനെ തെറ്റായി കാണുമ്പോൾ ഹലൂസിനേഷനിൽ എന്താണ്, യഥാർത്ഥ വസ്തു തന്നെ ഇല്ല. ഓക്കെ. സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വ്യക്തിയുടെ ആവശ്യം, അവരുടെ ഇൻട്രസ്റ്റ്, അനുഭവം, പ്രതീക്ഷ എന്നിവ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവരങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് സെലക്റ്റീവ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരേ സ്ഥലത്ത് നിൽക്കുമ്പോഴും ഓരോരുത്തരും വ്യത്യസ്ത കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു.
അതൊരു സെലക്റ്റീവ് പെർസെപ്ഷൻ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്കൂൾ വാർഷിക പരിപാടിയിൽ ഇപ്പോൾ സംഗീതം ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു, പാട്ടിനെ കൂടുതൽ ശ്രദ്ധിക്കും. നൃത്തം ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥിയോ നൃത്തഭാഗം കൂടുതൽ ശ്രദ്ധിക്കും. ഇരുവരും ഒരേ പരിപാടി കാണുന്നുവെങ്കിലും പെർസെപ്ഷൻ എന്തായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ വിശന്ന ഒരാൾക്ക് റോഡിൽ നടക്കുമ്പോൾ ഹോട്ടലുകളുടെ ബോർഡുകൾ കൂടുതൽ ശ്രദ്ധയിൽപ്പെടും, വിശപ്പില്ലാത്ത ഒരാൾക്ക് അത് ശ്രദ്ധിക്കുകയില്ല. അതാണ്. അടുത്തത് ഹാലോ എഫക്റ്റ്. ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഒരു വ്യക്തിയുടെ നല്ല ഗുണം മാത്രം കണ്ട് മുഴുവനും എന്ത് ചെയ്യുന്നു, ആ വ്യക്തിയെ നല്ലവനായിട്ട് വിലയിരുത്തുന്ന ഒരു പ്രവണതയാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വിദ്യാർത്ഥി വളരെ രസമായിട്ട് സംസാരിക്കുന്നു എന്ന് കരുതുക. ഇപ്പം ഇംഗ്ലീഷ് ആയിരിക്കും കുട്ടി നല്ല വൃത്തിക്ക് സംസാരിക്കുന്നത്. അപ്പൊ അധ്യാപകൻ എന്ത് ചെയ്യുന്നു, മറ്റു വിഷയങ്ങളിലും ആ കുട്ടി മികച്ചതാണെന്ന് കരുതാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓഫീസിലുള്ള ഒരു ജീവനക്കാരൻ എപ്പോഴും എന്ത് ചെയ്യുന്നു, കറക്റ്റ് സമയത്ത് കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്യുന്നു, ഓഫീസിൽ എത്തുവാണെങ്കിൽ മേലധികാരി എന്ത് ചെയ്യുന്നു, അവ മറ്റെല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്തമുള്ളവരാണെന്ന് വിലയിരുത്താം. അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ ഒരു വർക്കർക്ക് കുറച്ച് ആബ്സെൻസ് മാത്രമേ അങ്ങേരുടെ ജോലിയിലുള്ളെങ്കിൽ സൂപ്പർവൈസർ എന്ത് വിചാരിക്കുന്നു, എല്ലാ ജോലിയിലും അങ്ങേര് എന്ത് ചെയ്യുന്നു, ലീവൊക്കെ എടുക്കുന്നത് കുറവാകുകയും നല്ല ഒരു ഉത്തരവാദിത്തമുള്ള മനുഷ്യനാണെന്ന് എന്ത് ചെയ്യുന്നു, വിചാരിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ഒരു വ്യക്തി നല്ല വൃത്തിക്ക് വസ്ത്രധാരണം ചെയ്യുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു, നല്ല ശീലമുള്ളവനാണെന്ന് കരുതുന്നു, അല്ലെ? പക്ഷെ ഈ വിഷയങ്ങളെല്ലാം എന്താണ്, മുഴുവനായും ശരിയാവണമെന്നില്ല. ഒരു ഗുണം മാത്രം കണ്ടാണ് നാം ആ വ്യക്തിയെ മുഴുവനും വിലയിരുത്തുന്നത്. അടുത്തത് സ്റ്റീരിയോ ടൈപ്പിംഗ്. അതായത് എന്താണ്, ജഡ്ജിങ് സമ്മൺ ഓൺ ദി ബേസിസ് ഓഫ് വൺസ് പെർസെപ്ഷൻ ഓഫ് ദി ഗ്രൂപ്പ് ടു വിച്ച് ദാറ്റ് പേഴ്സൺ ബിലോങ്സ്. അതായത് ഇപ്പൊ ഒരു വ്യക്തിയെ അവൻ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് വിലയിരുത്തുന്നു. അതാണ് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊതുവെ സ്ത്രീകൾ സെൻസിറ്റീവ് ആണെന്ന് കരുതപ്പെടുന്നു, പക്ഷെ എല്ലാ സ്ത്രീകളും അങ്ങനെ ആവണമെന്നില്ല. അതേപോലെ തന്നെ മെയിൽസിന് എന്തായിരിക്കും, ഹൈ ഈഗോ ആയിരിക്കും. അതൊക്കെ ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചു വെക്കുന്നതാണ്, അല്ലേ? അതായത് ഓരോ വ്യക്തിക്കും സ്വന്തം വ്യക്തിത്വം ഉണ്ടെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു, എല്ലാവരെയും ഒരുപോലെ കാണുന്നത് ഒരു തെറ്റായ ഗ്രഹണമാണ്. അപ്പൊ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്താണ്, എറേഴ്സ് ഇൻ പെർസെപ്ഷൻ ആണ്. അടുത്തതാണ് സിമിലാരിറ്റി. സിമിലാരിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം സാമ്യം, അല്ലെ? ഇവിടെ എന്താണ് പറയുന്നത്, പീപ്പിൾ ടെൻഡ് ടു സീക്ക് ഔട്ട് ആൻഡ് റേറ്റ് ദോസ് ഹു ആർ സിമിലർ ടു ദംസെൽഫ് മോർ പോസിറ്റീവ്ലി. അതായത് ഇപ്പൊ ഒരു വ്യക്തി തന്റെ സ്വഭാവം, ഭാഷ, സംസ്കാരം എന്നിവയിൽ സാമ്യമുള്ള മറ്റൊരാളെ കൂടുതൽ എന്ത് ചെയ്യുന്നു, അനുകൂലമായി വിലയിരുത്തുന്നു. അതിനെയാണ് നമ്മൾ സിമിലാരിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടെ യഥാർത്ഥ കഴിവിനേക്കാൾ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെയാണ് എന്ന ധാരണയാണ് എന്ത് ചെയ്യുന്നത്, സിമിലാരിറ്റിയിൽ സ്വാധീനിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു അധ്യാപകന് ശാസ്ത്ര വിഷയങ്ങളിൽ വളരെ ഇഷ്ടമാണെന്ന് വിചാരിക്കാം. അപ്പൊ ക്ലാസ്സിൽ ശാസ്ത്രത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥി എന്ത് ചെയ്യുന്നു, അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്നാലും മറ്റു വിഷയങ്ങളിൽ മികവുള്ള വിദ്യാർത്ഥികളെ കുറച്ച് മാത്രം ശ്രദ്ധിക്കുന്നു. ഇവിടെ വിദ്യാർത്ഥിയുടെ യഥാർത്ഥ കഴിവിനേക്കാൾ അധ്യാപകന്റെ സ്വന്തം ആസക്തിയോടുള്ള സാമ്യമാണ് എന്ത് ചെയ്യുന്നത്, പെർസെപ്ഷനെ സ്വാധീനിക്കുന്നത്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി നല്ലോണം പാട്ട് പാടുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യുന്നു, ആ കുട്ടിയെ പോലെ തന്നെ സംഗീതം ഇഷ്ടപ്പെടുന്ന വേറൊരാളെ കാണുവാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, സുഹൃത്തുക്കളാവുന്നു, അല്ലേ? പക്ഷെ മറ്റേ കുട്ടി എന്താവണമെന്നില്ല, എല്ലാ കാര്യങ്ങളിലും നല്ലവനാവണമെന്നില്ല. പക്ഷെ എന്ത് ഉള്ള കഴിവാണ് ആ കുട്ടി ആദ്യം നോക്കിയത്, സംഗീതത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ് അവര് കൂട്ടായത്, അല്ലേ? അപ്പൊ അവിടെ സിമിലാരിറ്റിയുടെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഫ്രണ്ട്ഷിപ്പ് വന്നത്. നെക്സ്റ്റ് ഹോൺ എഫക്റ്റ്. ഹോൺ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, when the individual is completely evaluated based on a negative quality, അല്ലേ? അതായത് ഇവിടെ ഒരു വ്യക്തിയുടെ ഒരു ദോഷഗുണം മാത്രം കണ്ട് മുഴുവൻ വ്യക്തിയെയും എന്ത് ചെയ്യുന്നു, മോശമായി വ്യക്തി എന്ത് ചെയ്യുന്നു, മോശമായി വിലയിരുത്തുന്നു. അതായത് ഹോൺ എഫക്റ്റ് എന്നത് ഹാലോ എഫക്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി ഒരിക്കലും പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്ന് കരുതുക. അധ്യാപകൻ എന്ത് ചെയ്യുന്നു, അവനെ സ്ഥിരമായി മോശം വിദ്യാർത്ഥി എന്ന് കരുതാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു ജീവനക്കാരൻ ഒരിക്കലും വൈകി എത്തി എന്ന് വിചാരിക്കുക. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവനാണെന്ന് മേലധികാരി വേണമെങ്കിൽ വിലയിരുത്തും, അല്ലേ? ഇപ്പൊ ഒരു ഓഫീസിൽ ഒരാൾ എന്താണ്, ഒരു ഫോർമലി ഡ്രസ്സപ്പ് ഒന്നും ചെയ്യാതെ സാധാരണ രീതിയിൽ വരുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു, മേലധികാരി വിചാരിക്കുന്നു അവന്റെ വർക്കിലും അവൻ എന്തായിരിക്കും, ഇങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു, ഉഴപ്പ് കാണിക്കുമെന്ന് തെറ്റിദ്ധരിക്കുന്നു.
കോൺട്രാസ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരാളെ അവന്റെ സ്വന്തം കഴിവിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താതെ മറ്റൊരാളുമായി താരതമ്യം ചെയ്ത് വിലയിരുത്തുന്ന ഒരു പ്രവണതയാണ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് the tendency to rate people relative to other people rather than to the individual performance he or she is doing. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ഉത്തരം ശരാശരിയാണെന്ന് ഒരു അധ്യാപകൻ വിചാരിക്കുക. കാരണം എന്തായിരിക്കും? അതിനു മുമ്പേ ഒരു കുട്ടി വളരെ മികച്ച ഉത്തരം പറഞ്ഞു. അപ്പൊ അതിന് ശേഷമാണ് ഈ കുട്ടിയുടെ ഉത്തരം കേട്ടത്. അപ്പൊ അധ്യാപകൻ എന്ത് ചെയ്തു? രണ്ടാമത്തെ കുട്ടി പറഞ്ഞത് തെറ്റാണ്, അഥവാ ഒരു ശരാശരി മാത്രമാണെന്ന് അധ്യാപകൻ വിചാരിക്കുന്നു. ഇപ്പൊ ഒരു ഗായകൻ, അതായത് ഇപ്പൊ ഒരു സാധാരണ ഗായകൻ എന്ത് ചെയ്യുന്നു? മികച്ച ഗായകന്റെ പിന്നിൽ പാടുമ്പോൾ, അതായത് വളരെ നല്ലോണം പാടുന്ന ആള് പാടി കഴിഞ്ഞിട്ട് സാധാരണ ഒരാൾ പാടുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് വളരെ ദുർബലമായിട്ട് തോന്നാം, അല്ലേ? അതായത് ഇവിടെ വ്യക്തിയുടെ യഥാർത്ഥ പ്രകടനം നോക്കാതെ മറ്റൊരാളുമായി താരതമ്യം ചെയ്താണ് വിലയിരുത്തുന്നത്. ഇപ്പൊ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. വേറൊരാൾ എന്ത് ചെയ്യുന്നു? അവന്റെ കഴിവിനനുസരിച്ച് അവൻ വർക്ക് ചെയ്യുന്നു. പക്ഷെ താരതമ്യം ചെയ്യുമ്പം എന്തായിരിക്കും? ആദ്യത്തെ ആളായിരിക്കും നല്ല രീതിയിൽ ചെയ്യുന്നതെന്ന് ആര് വിചാരിക്കുന്നു? ആര് തെറ്റിദ്ധരിക്കുന്നു? ഈ മേലധികാരി തെറ്റിദ്ധരിക്കുന്നു. എറേഴ്സ് ഇൻ പെർസെപ്ഷൻ കഴിഞ്ഞു. നമ്മൾ സെൻസേഷനും കവർ ചെയ്തു, പെർസെപ്ഷനും കവർ ചെയ്തു, എറേഴ്സ് ഇൻ പെർസെപ്ഷനും കവർ ചെയ്തു.